ഹലോ എവ്രി വൺ. സോ ടുഡേ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് കോട്ടയം ബസീലിയസ് കോളേജിൻ്റെ എക്സ് പ്രിൻസിപ്പലും സ്റ്റഡി അബ്രോഡ് വിദഗ്ധനുമായ പ്രൊഫസർ മാത്യു കോറോ സാറാണ് നമ്മുടെ കൂടെയുള്ളത്. വെൽക്കം സർ. വണക്കം. സാറിനെ കുറിച്ചൊരു ബ്രീഫ് സെൽഫ് ഇൻട്രൊഡക്ഷൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യാമോ നമുക്ക്? ഞാൻ പ്രൊഫസർ മാത്യു കോര, കോട്ടയം ബസീലിയസ് കോളേജിലെ റിട്ടയർഡ് പ്രിൻസിപ്പലാണ്. വളരെ പ്രായമുള്ള അധ്യാപകനാണ്. ഞാൻ കെമിസ്ട്രി അധ്യാപകൻ കൂടിയാണ്. ഞാൻ കോളേജിലെ ആ സമയം കഴിഞ്ഞ് റിട്ടയർമെൻറ്റ് ചെയ്തതിന് ശേഷം പാലാ ബ്രില്യൻറ്റിലെയും പ്രൊഫസർ PC തോമസ് തുടങ്ങിയതായ നീറ്റ് ആൻഡ് JEE കോച്ചിങ് സെൻറ്ററുകളുടെ ചുമതലകളിലും ഒക്കെ ഇരുന്നു. ഇപ്പോൾ പ്രായം കൂടിയതുകൊണ്ട് ഞാൻ സ്വതന്ത്രമായി കുട്ടികൾക്ക് ഓറിയൻറ്റേഷൻ ക്ലാസ്സുകളും മോട്ടിവേഷൻ ക്ലാസ്സുകളും എടുക്കുന്നതിലാണ്, പ്രത്യേകിച്ച് വിദേശ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുന്നതിലാണ് എനിക്ക് താല്പര്യം. കാരണം വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് കുറേ വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ കോളേജിൽ നിന്നും ലീവ് എടുത്ത് നൈജീരിയ എന്ന് പറയുന്ന ആഫ്രിക്കൻ രാജ്യത്തേക്ക് പോയി. എങ്കിലും അവിടെ നിന്നും യൂറോപ്യൻ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് പാരീസ്, ആംസ്റ്റർഡാം, ജർമ്മനി, ലണ്ടൻ തുടങ്ങിയതായ സ്ഥലങ്ങളിൽ ട്രെയിനിങ് പ്രോഗ്രാംസും വർക്ക്ഷോപ്പുകളുമൊക്കെ ശാസ്ത്ര വിഷയങ്ങളിൽ കിട്ടി. അങ്ങനെ വിദേശ വിദ്യാഭ്യാസം, പ്രത്യേകിച്ച് യൂറോപ്യൻ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ കൃത്യം മനസ്സിലായി. അതൊന്ന് നമ്മുടെ നാട്ടിലെ കുട്ടികൾക്കും കൂടി പ്രാപ്യമാക്കണം എന്നുകൂടി ഞാൻ ഈ ചർച്ചയ്ക്ക് വരുമ്പോൾ എനിക്കൊരു ഉദ്ദേശമുണ്ട്. മാത്രമല്ല, ഇവിടെ തിരുവനന്തപുരത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ വിദേശ വിദ്യാഭ്യാസത്തിന് നമ്മുടെ കുട്ടികൾക്ക് ധാരാളം ഓപ്പർച്യൂണിറ്റീസും അത് കൃത്യമായി കുട്ടികൾക്ക് മാതാപിതാക്കൾക്കും വിശ്വസ്തയോട് കയറി ചെല്ലാൻ പറ്റുന്ന ധാരാളം സ്ഥാപനങ്ങളും കാണുകയുണ്ടായി. ഫ്ലൈ ഈസി പോലെ തുടങ്ങിയതായ ധാരാളം സ്ഥാപനങ്ങൾ ഈ രംഗത്ത് വർഷങ്ങളായി വിദ്യാർത്ഥികൾക്ക് പ്രയോജനകരമായ സർവീസ് ചെയ്യുന്നു എന്നുള്ളതിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ്. അപ്പോൾ എന്താണ് ഒരുപക്ഷെ നമ്മുടെ മനസ്സിലൊരു കുട്ടി വിദേശത്തേക്ക് പോയി, എന്തിന് വിദേശത്തേക്ക് പോകണം, ഇന്ത്യയിൽ നല്ല വിദ്യാഭ്യാസമുണ്ടല്ലോ എന്ന് തോന്നുകയായിരിക്കും. ഇന്ത്യയുടെ വിദ്യാഭ്യാസ സംവിധാനത്തെക്കുറിച്ച് എനിക്ക് നല്ല ഒരു ബോധ്യമുണ്ട്. ഒരു UGC പ്രൊഫസർ എന്ന നിലയിൽ ഇന്ത്യയിൽ ലോക നിലവാരമുള്ള ധാരാളം യൂണിവേഴ്സിറ്റികളുണ്ട്. നമുക്കറിയാം, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, സെൻറ്റ് സ്റ്റീഫൻസ് കോളേജ്, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ ഈ പറയുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വന്ന് ധാരാളം പേർ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ത്യയുടെ വിദ്യാഭ്യാസ സമ്പ്രദായം ലോക നിലവാരമുള്ളത് തന്നെ. പക്ഷേ എൻ്റെ അനുഭവത്തിൽ ഞാൻ ലണ്ടനിൽ ബർമിംഗ്ഹാം സ്കൂളിൽ ഏകദേശം കുറേ മാസങ്ങൾ ട്രെയിനി അധ്യാപകനായി ഒക്കെ പഠിപ്പിച്ചപ്പോൾ ഞങ്ങളുടെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ പ്രത്യേകമായി ചെയ്യുന്നതായി എനിക്ക് തോന്നി. നമ്മളിവിടെ ഒരു സബ്ജക്റ്റ് പഠിപ്പിക്കുന്നു, എന്നെ കേൾക്കുന്ന അധ്യാപകരും കാണുമായിരിക്കും. നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ കെമിസ്ട്രിയോ ഫിസിക്സോ പഠിപ്പിച്ച് കുട്ടികളെ എൻജിനീയറോ ഡോക്ടറോ ഒക്കെ ആക്കി വിടുന്നു എന്നതിനേക്കാൾ നാം ആ കുട്ടിയെ ജീവിക്കുവാൻ മിടുക്കുള്ള, സ്കിൽഫുള്ളായിട്ടുള്ള, ലൈഫിൽ ഹാപ്പിയായിട്ട് മുന്നോട്ട് പോകാനുള്ള ആ ഒരു സ്കില്ലുള്ള ഒരു കുട്ടിയായി ആത്മവിശ്വാസത്തോടുകൂടി വളർത്തുന്നതിൽ നമ്മുടെ ഇന്ത്യൻ സിസ്റ്റത്തിൽ കാര്യമായ ട്രെയിനിങ്സ് കൊടുക്കുന്നില്ല എന്നെനിക്ക് തോന്നി. കാരണം നമുക്കറിയാമല്ലോ, നിങ്ങളിവിടെ കേൾക്കുന്നുണ്ടല്ലോ, നഴ്സറി സ്കൂളുകളുണ്ട്, അതിന് കൂടാതെ പ്ലേ സ്കൂളുകളുണ്ട്, സെക്കൻഡറി സ്കൂളുകളുണ്ട്, ഹയർ സെക്കൻഡറി ഉണ്ട്, കോളേജുകളുണ്ട്. ഞാൻ ആരെയും കുറ്റം പറയുകയല്ല. വിദ്യാസമ്പന്നരായ എന്നെ കേൾക്കുന്നവ നിങ്ങൾക്ക് ഇതിൻ്റെ വ്യത്യാസം നിങ്ങളുടെ വിദ്യാഭ്യാസ രംഗത്ത് വരുത്തിയിട്ടുണ്ടോ? പ്ലേ സ്കൂളിൽ നിങ്ങൾ രാവിലെ ചെല്ലുമ്പോൾ ABCD എന്ന്
പാവം 2 വയസ്സുള്ള കുഞ്ഞിനെ പഠിപ്പിക്കുകയാണ്. തെറ്റാണ്. അതാണ് ബ്രിട്ടീഷ് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ്റെ വ്യത്യാസം. അവരാ പേരിട്ടിരിക്കുന്നത് പ്ലേ സ്കൂൾ എന്ന് പറഞ്ഞാൽ അവിടെ യാതൊരു ബുദ്ധിപരമായ പഠിത്തമോ പ്രവർത്തനമോ ഇല്ല. കുട്ടികൾ കളിയിലൂടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള കാര്യപ്രാപ്തി നേടിയെടുത്ത് ഒരു നല്ല മിടുക്കനായി തുടങ്ങുകയാണ് വിദ്യാഭ്യാസത്തിലേക്ക്. അത് നാം പലപ്പോഴും മനസ്സിലാക്കുന്നില്ല. ഇവിടെ സ്കൂൾ മാനേജ്മെൻറ്റുകളൊക്കെ എന്നെ കേൾക്കുന്നുണ്ടായിരിക്കും. ധാരാളം നിങ്ങളൊക്കെ ഈ തരം ഓറിയൻറ്റേഷൻ ക്ലാസ്സുകൾക്കൊക്കെ എന്നെ വിളിക്കാറുണ്ട്. ഞാനിവിടെ ലയോള സ്കൂളിൽ വന്നിട്ടുണ്ട്, ഇങ്ങനെ ധാരാളം സ്കൂളുകളിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെയും ഈ വിദ്യാഭ്യാസം ഒന്ന് മാറ്റണം എന്നാണ് എൻ്റെ അഭിപ്രായം. പ്ലേ സ്കൂളിൽ പ്ലേ സ്കൂൾ തന്നെയായിരിക്കണം. നഴ്സറി സ്കൂളിൽ നഴ്സറിക്കുള്ള ആ ലെവലിലെ കാര്യങ്ങൾ മാത്രമേ പഠിക്കൂ. ഞാനൊരു അത്ഭുതമെന്ന് പറയട്ടെ, ഡൽഹിയിൽ ഞാൻ ചെന്നപ്പോൾ എൻ്റെ ഒരു സ്നേഹിതനാണ് നമ്മുടെ പഴയ ഇവിടുത്തെ നീറ്റ് ആൻഡ് ജെയുടെ കമ്മീഷണറായിരുന്ന ശ്രീ KJ അൽഫോൻസ് IAS. അദ്ദേഹവും ഞാനും കൂടി ഒരിക്കൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുമായിരുന്നു, പ്രൊഫസർ കോര, എൻ്റെ കുട്ടിയെ ഡൽഹി ഡെവലപ്മെൻറ്റ് കമ്മീഷണറായിട്ട് ഞാൻ ചെന്നപ്പോൾ ടെസ്റ്റ് നടത്തിയാണ് എടുത്തത് എന്ന്. അത് അത്ഭുതത്തോടു കൂടിയാണ് സാറും പറഞ്ഞത്. കാരണം സാറ് വിദ്യാഭ്യാസ രംഗത്തെ ഒരു വിദഗ്ധനും കൂടി ആയതുകൊണ്ട് ഞാനും അതോർത്തു. ഒരു നഴ്സറി സ്കൂളിലേക്ക് ടെസ്റ്റ് നടത്തിയെടുക്കുക എന്നുള്ളൊരു വിരോധാഭാസമാണ്. നഴ്സറി സ്കൂളുകളിൽ ആർക്കും കയറി ചെന്ന് പ്രാഥമികമായ വിദ്യാഭ്യാസം കിട്ടേണ്ടതാണ്. അപ്പോൾ നമ്മളുടെ സിസ്റ്റത്തിൽ കുറേ മാറ്റങ്ങൾ കൂടി വരുത്തി കഴിഞ്ഞാൽ മലയാളി കേരളത്തിൽ മാത്രമേ മോശമുള്ളൂ. കേരളത്തിന് പുറത്ത് ഞാൻ ഒരു 20 രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്, 4 രാജ്യങ്ങളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ അനുഭവത്തിൽ ലോകത്തെ ഏറ്റവും മിടുക്കരായിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ആളുകളെന്ന് പറയുന്നത് പൊതുവിൽ ഇന്ത്യക്കാരും പ്രത്യേകിച്ച് മലയാളികളുമാണ്. പക്ഷേ നാം നമ്മുടെ കേരളത്തിൽ ആരാണ്? നാം ഒന്ന് സ്വയം വിലയിരുത്തുക നമുക്കിതിൻ്റെ ഭാഗമായിട്ട്. So sir, why do you think studying abroad is a growing aspiration among Indian students nowadays? ഇത് ഈ കാലഘട്ടത്തിന് പറ്റിയൊരു ചോദ്യമാണ് ചോദിച്ചത്. പഴയതിനേക്കാൾ ധാരാളം കുട്ടികൾ ഇന്ന് ഇന്ത്യ വിട്ട് വിദേശ രാജ്യങ്ങളിൽ പഠിക്കാൻ പോകുന്നുണ്ട്. ഞാനും അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അതിൻ്റെ കാരണങ്ങൾ പറയാം. ഒന്ന്, നമ്മുടെ ഇന്ത്യൻ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷനെ എത്ര നല്ലതാണെന്ന് പറയുമ്പോഴും ഇവിടെയുള്ള ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിക്ക് പറ്റിയ കോഴ്സുകൾ, അതിന് പറ്റിയതായൊരു പഠനക്രമം ഇവിടെ ഇല്ല എന്ന് പറയേണ്ടി വരും. കാരണം ഇവിടെ തിയറിയാണ്, കെമിസ്ട്രി പഠിപ്പിക്കുന്നുണ്ട്, ഫിസിക്സ് പഠിപ്പിക്കുന്നുണ്ട്, മാത്സ് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു തൊഴിലിൽ പ്രാവീണ്യം നേടുവാനുള്ള പ്രായോഗിക പരിജ്ഞാനവും പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിനും ജനറൽ സ്കിൽ ഡെവലപ്മെൻറ്റിനുള്ളതായ അവസരങ്ങളും നമ്മുടെ പാഠ്യപദ്ധതിയിൽ നന്നേ കുറവാണ്. ഞാനിത് പറയാൻ കാര്യം കുറ്റപ്പെടുത്തുകയല്ല. യൂറോപ്യൻ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ്റെ പ്രത്യേകത അതാണ്. ഒരു ചെറിയ കാര്യം പറയാം. ഇവിടെ വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ശില്പികളുണ്ട്. നമ്മൾ ആശാരിമാരെന്ന് പറയും. ഇന്ന് പലർക്കും ആ തൊഴിലിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ച് അറിയില്ല. ഞാൻ ഇംഗ്ലണ്ടിൽ ചെന്നപ്പോൾ BSc ഇൻ വുഡ് ക്രാഫ്റ്റ് എൻജിനീയറിങ്, നമ്മുടെ ഇവിടെ പറയുമ്പോൾ ഇത് ആശാരിപ്പണിയിലുള്ള BSc ആണ്. അതിൽ PG ഡിഗ്രി ഇൻ വുഡ് ക്രാഫ്റ്റ് എൻജിനീയറിങ്, നമുക്കിത് ഡൈജഷൻ ആവില്ല. പക്ഷേ ലോക നിലവാരമുള്ള, നമുക്കറിയാമല്ലോ, അങ്ങനെയുള്ളതായ ശില്പികളും ശില്പങ്ങളും ഉണ്ടാക്കുന്നതിന് പ്രാപ്തരായിട്ടുള്ള ഇന്ത്യക്കാരുണ്ടെങ്കിലും അവരൊക്കെ ഇറ്റലിയിലോ അതുപോലെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലോ ചെന്നാൽ മാത്രമേ ആ നിലവാരത്തിലേക്ക് വരികയുള്ളൂ. അതിനൊരു പ്രധാനമായ ഉദാഹരണം പറയാം.
ഇപ്പോൾ നമ്മുടെ കൊച്ചിയിൽ നടക്കുന്ന ബിനാലെ ശില്പങ്ങളുടെയും ഒക്കെ പ്രദർശനമാണ്. അപ്പോൾ ആ ബോസ് കൃഷ്ണമാചാരി എന്ന് പറയുന്ന അദ്ദേഹം ബോംബെ ബേസ്ഡ് ആയിട്ടുള്ള മലയാളിയാണ്. എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്നതുകൊണ്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഇതെല്ലാം പഠിച്ചതും ഇതിൽ ഇത്രയും പ്രാവീണ്യം നേടിയതും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ്റെ ഏറ്റവും പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് ഒരു ജോലിക്കും പ്രാപ്തരാക്കി നമ്മുടെ യുവതലമുറയെ വാർത്തെടുക്കുന്നില്ല. മറിച്ച് ഏത് ജോലിയും ചെയ്യാനുള്ള ഒരു ജനറൽ എഡ്യൂക്കേഷൻ പോലെയാണ് ഇവിടുത്തെ ഡിഗ്രി നിലവാരവും. ഞാനൊരു കെമിസ്ട്രി പ്രൊഫസറാണ്. കെമിസ്ട്രി BSc പഠിച്ച ഒരാൾ, കെമിസ്ട്രി MSc പഠിച്ച ഒരാൾ സത്യത്തിൽ മാസ്റ്റർ ഓഫ് സയൻസ് ആണ് MSc, ബാച്ചലർ ഓഫ് സയൻസ് ആണ് BSc. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും അവരോട് ചോദിച്ചാൽ അവർക്ക് പലർക്കും അറിയില്ല. അതേസമയം യൂറോപ്യൻ സിസ്റ്റത്തിൻ്റെ അകത്ത് ഏത് ഡിഗ്രിക്ക് നാം ചേരുന്നോ ആ ഡിഗ്രിയിൽ BSc എന്ന് പറഞ്ഞാൽ അതൊരു അഗ്രഗണ്യനായിരിക്കും, MSc എന്ന് പറഞ്ഞാൽ അതിലൊരു മാസ്റ്റർ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ എംപ്ലോയബിലിറ്റി ലെവൽ അവിടെ ജീവിത നിലവാരവുമുണ്ട്, എംപ്ലോയബിലിറ്റി ലെവലുമുണ്ട്. ഞാൻ ആദ്യം അതുകൊണ്ടാണ് സൂചിപ്പിച്ചത് യൂറോപ്പ്, പ്രത്യേകിച്ച് ബ്രിട്ടീഷ് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ, അതിൽ UK ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഷെങ്കൻ കൺട്രീസ് ഉണ്ട്, ജർമ്മനി, കാനഡ, അതുപോലെ USA പഠിക്കാം. പക്ഷേ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് നമ്മുടെ സാധാരണക്കാരായ കുട്ടികൾക്ക്, മിഡിൽ ക്ലാസ് എന്ന് ഞാൻ ക്ലാസിഫിക്കേഷൻ നടത്തുകയല്ല, മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന സാധാരണ കുട്ടികൾക്ക്, ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള കുട്ടികൾ പക്ഷേ ഇവിടെ നിൽക്കരുതെന്ന് പോലും പറയേണ്ടി വരും. കാരണം ഞാൻ വിദേശത്ത് കോളേജുകളിലൊക്കെ സ്കൂളുകളിലൊക്കെ പോയി പഠിപ്പിച്ച് കണ്ടതുകൊണ്ട് പറയുക. കാരണം അവരവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റിയാണ്. ഇപ്പോൾ മാസ്റ്റേഴ്സ് 1 വർഷമേ ഉള്ളൂ യൂറോപ്യൻ രാജ്യങ്ങളിൽ. ആ 1 വർഷത്തേക്ക് നാം ഇന്ത്യയിൽ ചിലവാക്കുന്ന തുക പോലും ചിലവാക്കണ്ട, ഫീസായിട്ടും ഒക്കെ. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് അത്ഭുതമായിട്ട് തോന്നുന്ന ഒരു കാര്യം പറയാം. നിങ്ങൾ സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോൾ തന്നെ അവിടുത്തെ സിസ്റ്റത്തിൻ്റെ വ്യത്യാസം, അവിടെ ഇങ്ങനെ 24 അവേഴ്സ് പഠനമല്ല, ഇത്ര അവേഴ്സ് പ്രാക്ടിക്കൽ, ഇത്ര അവേഴ്സ് തിയറി. അതുകൂടാതെ ഒരു കുട്ടിക്ക്, മാസ്റ്റേഴ്സ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ആഴ്ചയിൽ 20 മണിക്കൂർ ജോലി ചെയ്യാം. 20 മണിക്കൂർ ജോലി ചെയ്താൽ ന്യായമായിട്ടും ആ കുട്ടിയുടെ പഠന ചിലവുകളും അവിടുത്തെ ജീവിത ചിലവുകളും അതുകൊണ്ട് തന്നെ കവർ ചെയ്യും. അതുകൂടാതെ ഏറ്റവും വലിയ ഒരു അത്ഭുതം എന്ന് പറയട്ടെ, പഠനം വിജയകരമായി പൂർത്തിയാക്കി എന്നിരിക്കട്ടെ, ഉടനെ തന്നെ 2 വർഷത്തേക്ക് അവിടുത്തെ വിസ എക്സ്റ്റൻഷൻ കൊടുക്കും. ആ 2 വർഷം കൊണ്ട് ജോലി ചെയ്ത് അവർ അവിടെ പോകാൻ വേണ്ടിയിട്ട് എടുത്ത ലോണുകളാണെങ്കിൽ അങ്ങനെ ഏത് തരത്തിൽ ഇന്ത്യയിൽ ലൈബിലിറ്റി. ഞാൻ കുറച്ച് കുട്ടികളെയൊക്കെ ഞാൻ അടുത്ത സമയത്തായിട്ട് കൗനസ് യൂണിവേഴ്സിറ്റി ലിത്വാനിയയിൽ പോയിരുന്നു. അവിടുത്തെ മലയാളി സ്റ്റുഡൻസുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്തപ്പോൾ അവരെടുത്തുകൊണ്ട് വന്നിരിക്കുന്ന ലോൺ മുഴുവൻ അടച്ചു എന്ന് മാത്രമല്ല, വിദ്യാർത്ഥികളായിരിക്കുന്ന അവരവരുടെ ഭവനങ്ങളിലെ മാതാപിതാക്കളെ വരെ ഫിനാൻഷ്യലായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു. എനിക്ക് അത്ഭുതമായിട്ട് തോന്നി. ഇതൊന്നും നമ്മുടെ ഇന്ത്യയിൽ ചിന്തിക്കാനേ പറ്റില്ല. ഇന്ത്യയിൽ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ തിയറി കുറേ പഠിക്കുന്നു, ഒരു ഡിഗ്രി കിട്ടുന്നു. മറിച്ച് സ്കിൽഫുള്ളായിട്ടുള്ള ഒരു എംപ്ലോയബിൾ ഗ്ലോബൽ സിറ്റിസണായി മാറാനായിട്ട് വിദേശ വിദ്യാഭ്യാസം, അതും പ്രത്യേകിച്ച് യൂറോപ്യൻ വിദ്യാഭ്യാസം തന്നെയാണ് ഉത്തമം. അതുകൊണ്ടാണ് ശില്പ ചോദിച്ച ചോദ്യം കാലഘട്ടത്തിന് പറ്റിയതാണെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് വിദ്യാർത്ഥികളുടെ ഒഴുക്ക്. ഇപ്പോൾ താണ് കിടക്കുന്ന ഒരു സ്ഥലത്തോട്ട് വെള്ളം വരികയാണെങ്കിൽ വെള്ളം ശക്തിയായി ഒഴുകിപ്പോവും. ഇത് മനസ്സിലാക്കുന്ന ആധുനിക മലയാളി ബുദ്ധിയുള്ള പേരൻസ്, വിദ്യാസമ്പന്നരായിട്ടുള്ള പേരൻസ് ധാരാളം സ്റ്റഡി അബ്രോഡ്
ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്തും ഞാൻ അന്വേഷിച്ചു, പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഫ്ലൈ ഈസി പോലെയുള്ളതായ വളരെ വിശ്വാസ്യതയോടുകൂടി ചെന്ന് ഇപ്പോൾ പഴയതുപോലെയുള്ളതായ മറ്റ് കുഴപ്പങ്ങളൊന്നുമില്ല. ബാങ്കുകൾ ലോൺ കൊടുക്കുന്നു, കൃത്യമായിട്ട് വിസ പ്രോസസ്സിങ് ഇതുപോലെയുള്ളതായ സ്ഥാപനങ്ങൾ, ഫ്ലൈ ഈസി പോലെയുള്ള സ്ഥാപനങ്ങൾ കൊടുക്കുന്നു. അങ്ങനെ മാത്രവുമല്ല, അവിടെയുള്ളതായ യൂണിവേഴ്സിറ്റികളുടെ പഠന സമയത്ത് പ്രത്യേകിച്ച് നമ്മുടെ ഡിജിറ്റൽ മീഡിയ ഒക്കെ വളർന്നതുകൊണ്ട് ഞാൻ വളരെ കൃത്യമായിട്ട് പറയാം, ഒരു പെൺകുട്ടിയാവുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾക്ക് വിടുമ്പോൾ കുറച്ച് ആങ്സൈറ്റി കാണും. ആ കുട്ടി ജർമ്മനിയിൽ ചെന്നാൽ, ഇംഗ്ലണ്ടിൽ ചെന്നാൽ, ലിത്വാനിയയിൽ ചെന്നാൽ എവിടെ താമസിക്കാൻ, ഏത് റേറ്റിലുള്ള പേയിങ് ഗസ്റ്റ് അക്കോമഡേഷൻ, PG അക്കോമഡേഷൻ, അതിൻ്റെ അകത്തെ ഫെസിലിറ്റീസ്, അതും സ്ഥാപനവുമായിട്ടുള്ള റൂട്ടിംഗ്, അതുവരെ ഇന്ന് വിഷ്വൽ മീഡിയയിൽ അവൈലബിളാണ്. ഇങ്ങനെയുള്ളതായ സ്ഥാപനങ്ങൾ അത്രയ്ക്കും നല്ല സർവീസാണ് ഇന്ത്യയിൽ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ശില്പ ചോദിച്ച ചോദ്യം, കുട്ടികളിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കുട്ടികൾ ഒഴുക്കരുത് എന്ന് പറഞ്ഞ് നമ്മുടെ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും പറഞ്ഞിട്ട് കാര്യമില്ല. മറിച്ച് കുട്ടികൾ ഇവിടെ നിൽക്കാനുള്ളതായ സാഹചര്യങ്ങൾ പുതുതലമുറയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതിൽ നാം മുതിർന്നവൻ, ഒരു അധ്യാപകൻ എന്ന നിലയിൽ ക്ഷമാപണത്തോടെ പറയട്ടെ, ഞാൻ പോലും പരാജയപ്പെടുന്നോ എന്ന ഭീതിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വിദേശ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് ഇപ്പോൾ അതിനു വേണ്ടിയിട്ട് റെക്കമെൻഡേഷൻ കൊടുക്കുന്നത്. മനസ്സിലായി സർ. ഇപ്പോൾ റീസെൻ്റ്ലി ഞാനൊരു കുട്ടീനെ UK അയച്ചിട്ടുണ്ടായിരുന്നു. ഹിസ് നെയിം ഇസ് അശ്വിൻ. അപ്പോൾ അവിടെ ആ കുട്ടിയുടെ ഫാമിലിയുടെയും പ്ലാനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടി പോയി, മൂത്ത മോൻ പോയി, ഇനി മോളെ അയക്കണം. എന്നിട്ട് അതിൻ്റെ ബാക്കിൽ കൂടെ തന്നെ പേരൻസിനും അങ്ങോട്ട് റീലൊക്കേറ്റ് ചെയ്യാനാണ് പ്ലാൻ. അപ്പോൾ അങ്ങനത്തെ ഒരു ട്രെൻഡാണ് ഇപ്പോൾ കറൻ്റ്ലി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഫ്യൂച്ചർ ഓഫ് ഇന്ത്യനെ കുറിച്ചുള്ള ഇൻസൈറ്റ് ഒന്ന് പറയാൻ പറ്റുമോ? ബിക്കോസ് കൂടുതലും നമ്മൾക്ക് വരുന്ന കേസസിൽ ഡിപ്പെൻഡൻറ്റ് വിസ എടുത്ത് പോകുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇൻസൈറ്റ് ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? അപ്പോൾ അശ്വിൻ ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രിക്ക് പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അശ്വിൻ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പോയിരിക്കുന്നത് യൂറോപ്പിലേക്കാണ് എങ്കിൽ, ഞാൻ 3 കാറ്റഗറി ആയിട്ട് ആദ്യം അത് ശില്പ ശ്രദ്ധിച്ച് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഒന്നാമത്തെ കാറ്റഗറി, ഗ്ലോബൽ എഡ്യൂക്കേഷൻ അവിടെ കിട്ടും, ബട്ട് ദ കൺട്രീസ് ആർ നോട്ട് ഇമിഗ്രേഷൻ ഫ്രണ്ട്ലി, തിരിച്ചു പോന്നേ മതിയാകും. രണ്ടാമത്തെ കാറ്റഗറിയാണ് എവർഗ്രീൻ ഡെസ്റ്റിനേഷൻ, നല്ല ലോക നിലവാരമുള്ള വിദ്യാഭ്യാസവും അവിടെ കിട്ടും, അതിനുശേഷം സ്ഥിരതാമസത്തിനുള്ള ഇമിഗ്രേഷൻ ഫ്രണ്ട്ലിയാണ്, നമ്മളെ എല്ലാവരെയും ആ രാജ്യം വെൽക്കം ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ട് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കാണ്. അതുകൊണ്ടാണ് യൂറോപ്പിലേക്ക് കൂടുതൽ കുത്തൊഴുക്ക് വിദ്യാർത്ഥികളെ വരുന്നത്. അപ്പോൾ ചോദിച്ച ചോദ്യം, ശരി, അശ്വിൻ പോയി ഒരു മാസ്റ്റേഴ്സ് എടുത്തു. അശ്വിൻ ഇവിടെ ഉണ്ടാക്കിയതായ ബാങ്ക് ലോണാണെങ്കിലും വിദ്യാഭ്യാസത്തിൻ്റെ എന്ത് ആവശ്യങ്ങൾക്കുള്ള ലോണും എല്ലാം അശ്വിൻ പഠിക്കുമ്പോൾ തന്നെ ജോലി ചെയ്ത് പാർട്ട് ടൈം വർക്ക് ചെയ്ത് അടച്ചു കഴിഞ്ഞു. അത് കഴിയുമ്പോൾ 2 വർഷം വിസ എക്സ്റ്റൻഷൻ കിട്ടി. ഇമിഗ്രേഷൻ ഫ്രണ്ട്ലി ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ 2 വർഷത്തെ എക്സ്റ്റൻഷൻ വിസയിൽ നിൽക്കുമ്പോൾ അശ്വിന് തീർച്ചയായിട്ടും ഒരു PR-ന് ശ്രമിക്കും, ഒരു പെർമനൻ്റ് ജോലിയും കിട്ടും. ന്യായമായിട്ട് അശ്വിൻ സഹോദരന്മാരോ സഹോദരിമാരോ പഠിക്കുന്നുണ്ടെങ്കിൽ വേറെ അതുപോലുള്ളതായ കോഴ്സുകൾക്ക് ഈ പറയുന്ന ഇമിഗ്രേഷൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള രാജ്യങ്ങൾ ധാരാളം രാജ്യങ്ങളുണ്ട്, ഷെങ്കൻ, യൂറോപ്യൻ. അതുകൊണ്ട് ഇപ്പോൾ അശ്വിൻ പോയിരിക്കുന്നത് ജർമ്മനിയിലേക്കാണെങ്കിൽ ജർമ്മനിയിൽ തന്നെ സിസ്റ്ററിനെ വിടണമെന്നില്ല, ഏത് രാജ്യങ്ങളിലും വിടാം. അതുകൊണ്ട് വെരി ഓപ്പൺ ഓപ്പർച്യൂണിറ്റീസാണ്. അങ്ങനെ വരുമ്പോൾ അവരെയും അവിടെ പഠിപ്പിക്കാം. അശ്വിന് കിട്ടിയ അതേ ഓപ്പർച്യൂണിറ്റി അവർക്കും തുറന്നു കൊടുക്കും. ന്യായമായിട്ടും കുട്ടികളൊക്കെ PR ആയിക്കഴിഞ്ഞാൽ വൃദ്ധരായിട്ടുള്ള മാതാപിതാക്കളും കൂടി അങ്ങോട്ട് പോകും എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. എനിക്ക് വ്യക്തിപരമായിട്ടും കൂടെ പറയാറുണ്ട്, എൻ്റെ മോള് ഒരു മെഡിക്കൽ പ്രൊഫഷണലായിട്ടാണ് ഡെൻമാർക്കിൽ ജോലി ചെയ്യുന്നത്. എപ്പോൾ വേണമെങ്കിലും ഞങ്ങൾ പ്രായമായ മാതാപിതാക്കൾക്ക് അവിടെ പോകാം, കൂടെ താമസിക്കാം, തിരിച്ചു വരാം.
അപ്പോൾ അതുകൊണ്ട് ഇമിഗ്രേഷൻ ഫ്രണ്ട്ലി എന്ന് പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത്. പിന്നെ മൂന്നാമത് ഒരു കാറ്റഗറി കൂടി ചോദിച്ചപ്പോൾ അതിൻ്റെ അറിവിനായിട്ട് പറയുന്നത് എല്ലാവർക്കും കേൾക്കാമല്ലോ. മൂന്നാമതൊരു കാറ്റഗറി ഉണ്ട്, ഇമിഗ്രേഷൻ ഫ്രണ്ട്ലി അല്ല, പക്ഷേ പഠന നിലവാരവും ഗ്ലോബൽ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സും എഡ്യൂക്കേഷനിൽ കറക്റ്റാണ്, നല്ല രാജ്യങ്ങളാണ്, പക്ഷേ ദേ ആർ നോട്ട് ഇമിഗ്രേഷൻ ഫ്രണ്ട്ലി. ഇപ്പോൾ USA-യും ഏകദേശം ആ ഒരു നിലയിലോട്ട് വരുന്നതായിട്ടാണ് നമ്മുടെ വർത്തമാന പത്രങ്ങളും ഈ കാലാകാലങ്ങളിൽ വരുന്ന ന്യൂസുകളും. പക്ഷേ ഇപ്പോഴും യൂറോപ്പിൽ യാതൊരു കുഴപ്പവുമില്ല. അതുകൊണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത് വളരെ വാസ്റ്റായി കിടക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും. ഇനി ഒരു കാര്യം കൂടി പറയാം. ഞാൻ കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഈസ്റ്റേൺ യൂറോപ്പിൽ പല രാജ്യങ്ങളിൽ പോയി. ലിത്വാനിയ, ലാത്വിയ, എസ്റ്റോണിയ, പോളണ്ട്, ഇവിടെയുള്ള വിവിധ യൂണിവേഴ്സിറ്റികളിൽ ചെന്ന് എനിക്ക് അവിടെ അപ്പോയിൻമെൻറ്റ് കിട്ടി, അവരുമായി സംസാരിച്ചു. ഫ്ലൈ ഈസി പോലെയുള്ള ഗുഡ് ഫ്ലൈ പോലെയൊക്കെ ഉള്ള പല സ്ഥാപനങ്ങളുമായുള്ള ബന്ധത്തിലായിട്ടാണ് ഞാൻ പോയത്. അവിടെ ചെന്നപ്പോൾ ഇപ്പോൾ ബ്രിട്ടനിലൊക്കെ അല്പം വാതിലുകൾ അടയുന്നുണ്ടെങ്കിലും ഇനിയും നമ്മുടെ കുട്ടികൾ പേടിക്കേണ്ടതില്ല. ഈസ്റ്റ് യൂറോപ്യൻ യൂണിവേഴ്സിറ്റികളും ഈക്വലി ഗുഡാണ്. കൗനസ് യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് എടുത്തു പറയേണ്ടതുണ്ട്. യൂറോപ്പിലെ ഹാർഡ്വാർഡിനും ഒക്കെ ഒപ്പം നിൽക്കുന്ന അത്രയും പുരാതനമായ യൂണിവേഴ്സിറ്റികൾ ഈസ്റ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും ഉണ്ട്. അതുകൂടാതെ മെഡിക്കൽ വിദ്യാഭ്യാസത്തിനാണെങ്കിൽ ഫിലിപ്പൈൻസ് ഉൾപ്പെടെ, ജോർജിയ ഉൾപ്പെടെ, ചൈന ഉൾപ്പെടെ പല രാജ്യങ്ങളിലേക്കും ധാരാളം ഇന്ത്യക്കാർ മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് പ്രത്യേകമായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾ എന്താണോ വിദ്യാഭ്യാസം വേണ്ടത് എന്ന് കാണുന്നു, അതിൻ്റെ അകത്ത് വിദ്യാഭ്യാസം എന്തു വേണം, ആ വിദ്യാഭ്യാസത്തിന് പറ്റിയ എല്ലാ യൂണിവേഴ്സിറ്റികളും സ്ഥാപനങ്ങളും കോഴ്സുകളും യൂറോപ്പിൽ ഉടനീളമുണ്ട് എന്നുള്ളതാണ് സത്യം. ഓക്കെ സാർ. അപ്പോൾ സാർ പറയുന്നുണ്ടല്ലോ ഇപ്പോഴത്തെ ട്രെൻഡാണല്ലോ സ്റ്റഡി അബ്രോഡ് ഇപ്പോൾ കൂടുതലും പൊയ്ക്കൊണ്ടിരിക്കുന്നത്, മൂവിങ് ആയിട്ടുള്ളത്. അതിൻ്റെ എസെൻഷ്യൽ സ്കിൽസും അതിൻ്റെ മിസ്റ്റേക്സ്, സ്റ്റുഡൻസിൽ യൂഷ്വലി ഉണ്ടാവുന്ന കോമൺ മിസ്റ്റേക്സും കാര്യങ്ങളും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് തരാമോ? നമ്മുടെ ഇന്ത്യയിൽ ശില്പ ഉദ്ദേശിച്ചത് ഇന്ത്യയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കിട്ടാത്തതും, എന്നാൽ വിദേശ രാജ്യങ്ങളിൽ, യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയാൽ കുട്ടികൾക്ക് കിട്ടുന്നതുമായ പ്രത്യേകമായ സ്കിൽസിനെയാണ് ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു. ശരിയാണ്, ശില്പയുടെ ആ ചിന്ത വളരെ കറക്റ്റാണ്. ഇന്ത്യയിൽ കിട്ടാത്ത ധാരാളം സ്കിൽസ് അവിടെ കിട്ടും. അത് ഇവിടെ നിന്ന് നാം അവിടെ ചെല്ലുമ്പോൾ തന്നെ കിട്ടേണ്ടതായ ഒരു കാര്യം. ഞാൻ ഒരു കുട്ടിക്ക് അത്യാവശ്യമായിട്ട് വിദേശത്ത് പഠിക്കാൻ പോകുന്നതിന് മുമ്പ് നിങ്ങളൊക്കെ വിദ്യാഭ്യാസ രംഗത്ത് ഫ്ലൈ ഈസി പോലുള്ളതായ സ്ഥാപനങ്ങളുടെ സാരഥികളായതുകൊണ്ട് നിങ്ങളോട് പറയാം, നിങ്ങൾ കുറച്ച് കുട്ടികൾക്ക് ബ്രീഫിങ് കൊടുക്കണം. ഇന്ത്യയിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ഒരു കൾച്ചറൽ അഡാപ്റ്റബിലിറ്റി ആ കുട്ടിക്ക് ഉണ്ടാക്കണം. ഞങ്ങളെപ്പോലുള്ള അധ്യാപകരെയൊക്കെ വിളിച്ചാൽ ഞങ്ങൾ ഓറിയൻറ്റേഷൻ ക്ലാസ്സുകളൊക്കെ കൊടുക്കാൻ തയ്യാറാണ്. ഏതായാലും ഈ ചർച്ചയിൽ അതും കൂടി നമുക്ക് ഉൾപ്പെടുത്താം. അങ്ങനെ ഞങ്ങൾ കൾച്ചറൽ അഡാപ്റ്റബിലിറ്റി എന്ന് പറയുമ്പോൾ ഞാൻ ഒരു പ്രത്യേക ഇൻസിഡൻറ്റ് മനസ്സിൽ വെച്ചുകൊണ്ടാണ് പറയുന്നത്. യാഥാർത്ഥ്യത്തിൽ 2 മാസം മുമ്പ് സംഭവിച്ചതാണ്. ഞാൻ കൗനസ് യൂണിവേഴ്സിറ്റിയിൽ ചെന്നപ്പോൾ അവിടുത്തെ ഇൻ്റർനാഷണൽ അഡ്മിഷൻ്റെ ഓഫീസറായിരുന്ന ഒരു യൂറോപ്യൻ സ്ത്രീ എന്നെ, ഞാൻ പേര് കൃത്യമായിട്ട് ഓർക്കുന്നില്ല, വെൽക്കം ചെയ്തു. വളരെ സ്മാർട്ടായിട്ടുള്ള ആ ലേഡി വന്ന് ആദ്യം പറഞ്ഞത്, പ്രൊഫസർ, വി ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ഇന്ത്യൻസ്, ബട്ട് ബൈ സീയിങ് യുവർ സീനിയോറിറ്റി ആൻഡ് യുവർ പ്രൊഫൈൽ ഐ ആം ഗിവിങ് യു എ സ്പെഷ്യൽ അപ്പോയിൻമെൻറ്റ്. ഇപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട് മാഡത്തിൻ്റെ പേര് സിമോണ എന്നാണ്. യങ് എനർജറ്റിക് മിസ് സിമോണ ടോൾഡ് മീ ദാറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഐ ആം വെരി ഗ്രേറ്റ്ഫുൾ ടു യു. ദെൻ ഐ ആസ്ക്ഡ് ഔട്ട് ഓഫ് മൈ ക്യൂരിയോസിറ്റി, വാട്ട് ഈസ് ദ റീസൺ? മിസ് സിമോണ പറയുകയായിരുന്നു, ഇവിടെ ഇന്ത്യക്കാർ വരുന്നത് പഠിക്കാനല്ല,
ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് സ്റ്റുഡൻറ്റ് കാർഡ് കിട്ടി പഠനത്തിൽ അവർ ചേർന്ന് കഴിഞ്ഞാൽ അവർ പിന്നെ ഇവിടെ നിന്നും പല രാജ്യങ്ങളിലേക്ക് ഒഴുകിപ്പോവുകയാണ്. രണ്ടാമത്, ഇന്ത്യൻസിൻ്റെ ഒരു വാക്ക്, ഈ വാക്ക് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചാൽ കൊള്ളാം, കറി സ്മെല്ലാണ് ഇന്ത്യക്കാർക്ക്. അതിൻ്റെ കാരണം നമ്മുടെ ഇവിടുത്തെ സ്വിഗ്ഗി പോലെ ഉള്ള കമ്പനികൾ അവിടെയുണ്ട്. അവിടെ വോൾട്ട്, മാൾട്ട് എന്നൊക്കെയാണ് പറയുന്നത്. ആ കമ്പനികളിൽ ഈ പാർട്ട് ടൈം ജോലിക്ക് നമ്മുടെ കുട്ടികൾ പോകുമ്പോൾ തണുത്ത രാജ്യങ്ങളായതുകൊണ്ട് കോട്ടൊക്കെ ഇട്ടാണ് പോകുന്നത്. അതിൽ ഈ സാമ്പാറിൻ്റെയും ഈ കറികളുടെയും ഒക്കെ സ്മെല്ല് പിടിച്ച് നിൽക്കുന്നുണ്ട്. അത് നമ്മുടെ കുട്ടികളുടെ അറിവില്ലായ്മ കൊണ്ടാണ്. അതൊരു വലിയ ഒരു നിക് നെയിമാണ് ഇന്ത്യൻ കറി സ്മെൽ. ഇതെല്ലാം അവർ പറഞ്ഞു. അപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞു, എന്നിൽ കൂടി അഡ്മിഷൻ കിട്ടുന്ന ഏത് കുട്ടിക്കും ഇങ്ങനെയുള്ളതായ ഓറിയൻറ്റേഷൻ ക്ലാസ് ഞാൻ കൊടുത്തിട്ടേ വിടുകയുള്ളൂ. അത് നമ്മൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. കൾച്ചറൽ അഡാപ്റ്റബിലിറ്റി ഉണ്ടാകണം. അവരുടെ കൾച്ചറിലേക്ക് നാം ചെല്ലണം. നമ്മളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ഓരോ യൂറോപ്യൻ വിദ്യാർത്ഥികൾ. അവിടെ ഒരു രാജ്യത്തുനിന്നുള്ള വിദ്യാർത്ഥികളല്ല, ലോകം മുഴുവനുള്ള വിദ്യാർത്ഥികളാണ് നമ്മുടെ ക്ലാസ്സിലിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ പേരൻസും വിദ്യാർത്ഥികളും ഇത് കേൾക്കുമ്പോൾ നിങ്ങളൊരു കൾച്ചറൽ അഡാപ്റ്റബിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ളതായ ക്ലാസ്സുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്ത്, ഇതുപോലുള്ളതായ ധാരാളം ചർച്ചകൾ നടക്കുന്നുണ്ട്. ആ പോഡ്കാസ്റ്റുകളിലും മറ്റ് TV ടോക്ക് ഷോകളിലും ഒക്കെ നടക്കുന്നതായ ആ കൾച്ചറൽ അഡാപ്റ്റബിലിറ്റിക്ക് വേണ്ടതായ സ്കിൽസ് കൂടി നാം മറ്റൊരു രാജ്യത്ത് ചെല്ലുമ്പോൾ അവരെങ്ങനെയാണ്, നാം അവരുടെ അതിഥികളാണ്, അതുകൊണ്ട് അവരോട് റെസ്പെക്റ്റ്ഫുള്ളായിട്ട് അവർക്കിഷ്ടമുള്ള രീതിയിൽ നമ്മളെ കൂടി ഒന്ന് മാറ്റിയെടുക്കുക. ഇതൊരു പ്രധാനപ്പെട്ട പോയിൻ്റായിട്ട് ഇപ്പോൾ സാന്ദർഭികമായിട്ടാണ് ശില്പ ചോദിച്ചതെങ്കിലും ആ ചോദ്യം വളരെ പ്രസക്തമാണ്. ഇതുകൂടി വേണം. അപ്പോൾ നമുക്കൊരു കൾച്ചറൽ അഡാപ്റ്റബിലിറ്റി ഉണ്ടാകുമ്പോൾ നാം ഒരു ലോക നിലവാരമുള്ള ഒരു ഗ്ലോബൽ സിറ്റിസണായി മാറുന്നു. എംപ്ലോയബിലിറ്റി സ്കില്ല് വളരെ കൂടുമ്പോൾ നമ്മുടെ എംപ്ലോയബിലിറ്റിയുടെ സ്കോപ്പ് കൂടുന്നു. കൂടാതെ നമുക്ക് നമ്മുടെ കുടുംബത്തെ സഹായിക്കത്തക്ക രീതിയിൽ ഫിനാൻഷ്യലി സെറ്റിൽ ചെയ്യാനും PR കിട്ടാനും ഭാവിയിൽ സിറ്റിസൺഷിപ്പ് വരെ കിട്ടാൻ യൂറോപ്യൻ രാജ്യങ്ങൾ വിശാലമായ അവരുടെ ഇമിഗ്രേഷൻ പരിപാടികൾ നമുക്കായിട്ട് തുറന്നിട്ടിരിക്കുന്നു. അതെല്ലാ ഇന്ത്യക്കാരും പ്രത്യേകിച്ച് മലയാളികളും ഉപയോഗിക്കണം. അതുകൊണ്ട് ശില്പയുടെ ചോദ്യം വളരെയധികം പ്രസക്തവും ഇന്നത്തെ കാലത്തിന് ആവശ്യവുമാണ് എന്ന് പ്രത്യേകം എടുത്തു പറയട്ടെ. സർ ഇപ്പോൾ പറഞ്ഞ പോലെ സ്റ്റഡി അബ്രോഡ് ഇപ്പോൾ ഒരു ട്രെൻഡായിട്ട് മാറിയിരിക്കുകയാണല്ലോ. പക്ഷേ നമുക്ക് ആസ് യു നോ എക്കണോമിയിൽ പല ലെവൽസ് ഓഫ് പീപ്പിൾ ഉണ്ട്. അപ്പോൾ അതിൽ കോസ്റ്റ് ഇസ് എ ബിഗ് കൺസേൺ. ഇപ്പോഴത്തെ ഒരു സ്റ്റേറ്റിൽ ലൈക്ക് എക്സ്ട്രീം ആയിട്ടുള്ള പീപ്പിളിന് ഇറ്റ്സ് ഓക്കെ, പക്ഷേ മിഡിലാണെങ്കിലും കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്ന പീപ്പിളിനാണെങ്കിൽ കോസ്റ്റ് ഇസ് എ ബിഗ് കൺസേൺ. അപ്പോൾ അങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു ഫൈനാൻഷ്യൽ അഡ്വൈസ് എന്തായിരിക്കും? അല്ലെങ്കിൽ ഫോർ ദ സ്റ്റുഡൻസ് ഹു ആർ ലുക്കിംഗ് ഫോർ അബ്രോഡ് ഓപ്പർച്യൂണിറ്റീസ് ഇങ്ങനത്തെ ഒരു കേസിൽ? അത് വളരെ ഗൗരവമായൊരു ചോദ്യം തന്നെയാണ്. കാരണം നമ്മുടെ സാധാരണക്കാർക്ക് പോകാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത്. അടിസ്ഥാനപരമായിട്ട് സാധാരണക്കാർക്ക് പോകാൻ പറ്റും. നമ്മുടെ തീർത്തും ₹1 പോലും കയ്യിലെടുക്കാനില്ലാത്ത വെറും സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ കൂട്ടത്തിലും നാം പോലും ശ്രദ്ധിക്കാതെ കിടക്കുന്നു. ശില്പയും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു യങ് ജനറേഷനെ റെപ്രസെൻ്റ് ചെയ്യുന്നൊരു വ്യക്തി എന്ന നിലയിൽ പറയുക, കുപ്പയിലെ മാണിക്യം എന്ന് പറയും. അങ്ങനെ കോളനികളിലും ലക്ഷം വീടുകളിലും വളരെ സ്കിൽഫുള്ളായിട്ടുള്ള കുട്ടികളുണ്ട്. അവരെ കണ്ടെത്തിയാൽ വിദേശ രാജ്യങ്ങളിൽ ധാരാളം സ്കോളർഷിപ്പ്, ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പ്, ബ്രിട്ടീഷ് സ്കോളർഷിപ്സ്, ഇങ്ങനെ പലതരത്തിലുള്ളതായ പേരുകളിൽ നാം അത് സ്റ്റഡി അബ്രോഡ് കമ്പനികളുമായിട്ട് ബന്ധപ്പെട്ടാൽ ധാരാളം 100% കവറേജുള്ള, ഞാൻ പറയുന്നത് അതിൻ്റെ ഫീസ് കവറേജ് മാത്രമല്ല, ജീവിത ചെലവും ഫീസും എല്ലാം കവർ ചെയ്ത് വീട്ടിൽ നിന്ന് ₹1 പോലും വേണ്ടാതെ ഫുൾ സ്കോളർഷിപ്പ് കിട്ടുന്നതായ ധാരാളം കോഴ്സുകളുണ്ട്. ഒരു കാര്യമുണ്ട്,
നമ്മുടെ മക്കൾ അടിസ്ഥാനപരമായി സ്കിൽഫുൾ ആയിരിക്കണം, മീഡിയോക്കർ ആയിരിക്കരുത്. ഇനി അതാണ് ഏറ്റവും അടിസ്ഥാന വർഗത്തിനുള്ളതായ ആ കാര്യങ്ങൾ. എന്നാൽ കുറച്ചൊക്കെ പൈസ വീട്ടിൽ നിന്നൊക്കെ എടുക്കാനും പ്രാഥമിക ടിക്കറ്റ് ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ചെയ്യാമെങ്കിൽ എഡ്യൂക്കേഷൻ ലോൺ നമ്മുടെ സർവ്വ ബാങ്കുകളും, നാഷണലൈസ്ഡും ഷെഡ്യൂൾഡുമായിട്ടുള്ള ഈ കേരളത്തിലെ സർവ്വ ബാങ്കുകളും വളരെ അധികം അതിൻ്റെ പണ്ടൊക്കെ കണ്ടീഷൻസൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, കോളേജിലൊക്കെ ഉള്ളപ്പോൾ വളരെ സ്ട്രിക്റ്റായ കണ്ടീഷനൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ പല മാനേജർമാരുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ വാരിക്കോരി സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ നയവും അതിനനുകൂലമാണ്. അങ്ങനെ സ്കോളർഷിപ്സ്, അതുപോലെ തന്നെ ലോണുകൾ, എഡ്യൂക്കേഷൻ ലോൺ 4-5 കൊല്ലം കഴിഞ്ഞിട്ടേ അടവ് തുടങ്ങുന്നുള്ളൂ. അതുകൊണ്ട് അങ്ങനെ എടുത്ത് മിഡിൽ ക്ലാസ്സിലുള്ള സാധാരണക്കാരായ കുട്ടികൾക്കും പോകാം. അതുകൊണ്ട് ഈ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം എല്ലാവർക്കും ബാധകമാണ്. ആയിരക്കണക്കിന് സാധാരണക്കാർക്കും പാവങ്ങൾക്കും ഇന്ന് വിദേശത്ത് പഠനം പ്രാപ്യമാണ് എന്നുള്ളതാണ് സത്യം. പക്ഷേ നിങ്ങളെപ്പോലെ കുറച്ച് പേർക്കൊക്കെ ഈ കാര്യങ്ങൾ അറിയാമെങ്കിലും നമ്മുടെ സാധാരണക്കാരിലേക്കും അടിത്തട്ടിലേക്കും ഇത് എത്തിച്ചേർന്നിട്ടില്ല. ഈ ചർച്ചയുടെ പ്രാധാന്യവും ഞാൻ അതുകൊണ്ടാണ് കാണുന്നത്. ആർക്കും ഇന്ന് വിദേശത്ത് പോകാനുള്ള രീതിയിൽ എല്ലാ തരത്തിലുള്ളതായ സാമൂഹ്യ സാമ്പത്തിക സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിലും കേരളത്തിലും ഇന്ത്യയിലും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി അതിനായിട്ട് എല്ലാവരും ശ്രമിക്കണം. പ്രത്യേകിച്ച് പേരൻസ് കേൾക്കുന്നവർ നിങ്ങളുടെ കുട്ടികളെ അതിന് പ്രാപ്തരാക്കണം എന്നുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു. സോ സർ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പം കൂടുതലും അബ്രോഡ് സ്റ്റഡീസ് ആണല്ലോ മൂവിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു ട്രെൻഡാണല്ലോ ഇന്ത്യയിൽ നിന്ന് എല്ലാവരും പോയി അങ്ങോട്ട് റീലൊക്കേറ്റ് ചെയ്യുക, അവിടെ തന്നെ ലിവ് ചെയ്ത് പോവുക. അപ്പം അവരെ പേഴ്സണലി അവർക്ക് ഗ്രോത്തും ഡെവലപ്മെൻറ്റും ഉണ്ടാവുന്നുണ്ട്, അവരുടെ കുടുംബവും കാര്യങ്ങളൊക്കെ. പക്ഷേ ദേ ആർ ലീവിങ് ദിസ് കൺട്രി, ഇന്ത്യ വിട്ടാണ് പോകുന്നത്. അപ്പം ഇന്ത്യ ആസ് എ കൺട്രിയുടെ ഫ്യൂച്ചറും അതിൻ്റെ ഗ്രോത്തിനെ കുറിച്ചൊന്ന് പറഞ്ഞു തരാമോ? എനിക്ക് ശില്പാസ് എ സ്മാർട്ട് യൂത്ത് ആ ആങ്സൈറ്റിയാണ് പ്രകടിപ്പിച്ചത്. എന്താണ് ബ്രെയിൻ ഡ്രെയിൻ ഉണ്ടാകുന്നില്ലേ എന്നാണ് ചോദിച്ചത്. അതൊരു പരിധിവരെ നിങ്ങളിൽ ആ ആശങ്ക എൻ്റെ മനസ്സിലും ഒരു പരിധിവരെയുണ്ട്. പക്ഷേ അത് വലിയ കാര്യമില്ല. കാരണം ശരിയാണ്, ഏത് വീട്ടിൽ നിന്ന് പോകുന്നു, ആർക്ക് അവിടെ ജോലി കിട്ടുന്നോ ആ ആളുടെ കുടുംബമല്ലേ, ആ ആളല്ലേ വിജയിക്കുകയുള്ളൂ. അത് സമൂഹത്തിന് എന്ത് ഇമ്പാക്റ്റ് ഉണ്ട് എന്നാണ് ആ ചോദ്യത്തിൻ്റെ അർത്ഥം. ഇമ്പാക്റ്റ് ഉണ്ട്. എന്താണ് സമൂഹം? സമൂഹം എന്ന് പറയുന്നത് വ്യക്തികളുടെ കൂട്ടായ്മയും പരസ്പരം ഉള്ളതായ കോഓപ്പറേഷൻ അഥവാ സഹകരണവുമാണ്. അതുകൊണ്ട് സമൂഹത്തിലെ ഓരോ വ്യക്തികളും വിദേശ വിദ്യാഭ്യാസം നേടി അവിടെ പോയി പണമുണ്ടാക്കി ആ പണത്തിൻ്റെ ഒരു ഓഹരി അവിടുത്തെ ജീവിതത്തിനും ഇവിടുത്തെ സപ്പോർട്ടിനും ഒക്കെ ആയിട്ട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് കോടിക്കണക്കിന് പണം വരുന്നത് കൊണ്ടാണ് ഇന്ത്യ, പ്രത്യേകിച്ച് കേരളം, ഇന്നത്തെ അവസ്ഥയിൽ വിജയിച്ച് ഇന്ന് നമുക്ക് പല പരാതികളൊക്കെ ഉണ്ടെങ്കിലും കേരളം അറിയാമോ, ഇന്ത്യയിലൊരു ഹെവൻ തന്നെയാണ്. ഏറ്റവും മിടുക്കരായിട്ടുള്ള ആളുകളുള്ള, ഏറ്റവും വിദ്യാസമ്പന്നരായിട്ടുള്ള 100% സാക്ഷരതയോടടുക്കുന്ന ഒരു സ്ഥലമാണ്. ഇത്രയും നമ്മൾ മിടുക്കരാകുന്നത് നമ്മുടെ നാട്ടിലെ മലയാളികളാണ് ലോകം മുഴുവൻ പോയി ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് ആ ചോദ്യം തെറ്റാണെന്നല്ല പറഞ്ഞത്, ആ ആങ്സൈറ്റി ശരി തന്നെ. എങ്കിലും സാമൂഹ്യമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള വളർച്ച കേരളത്തിലും നടക്കുന്നത് വിദേശത്തേക്ക് പോകുന്ന ആളുകളിൽ നിന്നുള്ള ഈ സപ്പോർട്ട് കൊണ്ടാണ്. നമ്മുടെ ഇന്ത്യൻ സ്റ്റുഡൻസിനും അബ്രോഡിൽ ഗ്ലോബൽ എക്സ്പോഷറിൽ പോകുമ്പോഴത്തേക്ക് അവർക്ക് ഒരു അഡാപ്റ്റബിലിറ്റി പ്രോബ്ലം, കൾച്ചറൽ ഡിഫറൻസസ് കാരണം പ്രശ്നം വരാറുണ്ട്. അപ്പോൾ ഇപ്പം ഇങ്ങനെ സ്റ്റഡി അബ്രോഡ് ഫോക്കസ് ചെയ്ത് അങ്ങനെ ഗ്ലോബൽ എക്സ്പോഷർ നേടി പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ അവർ അതായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ട്രെയിനിങ് എടുക്കണം, എങ്ങനെ അത് സ്വന്തമായിട്ട് സെൽഫായിട്ട് ഡെവലപ്മെൻറ്റ് പ്രോസസ്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും, അതിനെക്കുറിച്ചൊരു
അതെ, ഇത് വളരെ കാലഘട്ടത്തിന്, കാരണം ഇത്രയും കുട്ടികൾ പോകുന്നത് കൊണ്ട് അവർക്ക് ഈ സ്റ്റഡി എബ്രോഡ് കമ്പനികളോടും സ്ഥാപനങ്ങളോടും കൂടി എനിക്ക് ഒരു കാര്യം പറയാം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കൾച്ചറൽ അഡാപ്റ്റബിലിറ്റിക്കുള്ള ചെറിയ ഒരു ഓറിയൻറ്റേഷൻ കോഴ്സ് കൊടുത്തിട്ട് വേണം. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് IEC പോലെ ഉൾപ്പെടെയുള്ളതായ ചില സ്ഥാപനങ്ങളൊക്കെ അങ്ങനെ കോഴ്സുകൾ വരെ കൊടുക്കുന്നുണ്ട്, ഓറിയൻറ്റേഷൻ ക്ലാസ്സുകൾ കൊടുത്ത് അതുപോലെ തന്നെ ജർമ്മൻ, IELTS മുതലായ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ക്ലാസ്സുകൾ, അതുപോലെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ആൻഡ് മാനറിസംസ് അങ്ങനെയുള്ളതായ ക്ലാസ്സുകളൊക്കെ ഇപ്പോൾ പല സ്റ്റഡി എബ്രോഡ് സ്ഥാപനങ്ങൾ കൊടുത്തതിന് ശേഷമാണ് വിടുന്നത്. ഞാൻ തന്നെ ആ രംഗത്താണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് എനിക്കൊരു ആങ്സൈറ്റിയുമില്ല. നിങ്ങൾ ഓറിയൻറ്റേഷൻ ക്ലാസ്സുകൾ കൾച്ചറൽ അഡാപ്റ്റബിലിറ്റിയെ മുൻനിർത്തിക്കൊണ്ട് ഒരു മാസമെങ്കിലും കുട്ടിക്ക് കൊടുത്തതിന് ശേഷം, കാരണം അതിന് പ്രയാസമൊന്നുമില്ല, വിസ പ്രോസസ്സിങ് തുടങ്ങിക്കഴിഞ്ഞാൽ കുറേ സമയമെടുക്കും. ഈ സമയത്ത് കുട്ടികളെ ക്ലാസ് റൂമുകളിലേക്ക് വിളിച്ച് ഞങ്ങളെപ്പോലെയുള്ളതായ സീനിയർ അധ്യാപകരെ ഉപയോഗിച്ച് ആ കുട്ടികൾക്ക് ഇതുപോലുള്ളതായ ആ വിവരണങ്ങളും അവരുടെ ഒരു മാറ്റവും വരുത്തി വിടുകയാണെങ്കിൽ മലയാളികളും ഇന്ത്യക്കാരും കുറച്ചുകൂടി വെൽ റെസ്പെക്റ്റഡ് ആയിരിക്കും. നമ്മളെപ്പറ്റി കേൾക്കുന്നതായല്ല ആ ചില പോരായ്മകൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ. ഞാൻ യൂണിവേഴ്സിറ്റിയിൽ ചെന്നപ്പോൾ ഉണ്ടായ അവരുടെയൊക്കെ അതൊക്കെ മാറ്റിയെടുത്താൽ നമ്മൾ പിന്നെ പെർഫെക്റ്റായി. അങ്ങനെ നല്ലൊരു പേര് മലയാളി വിദ്യാർത്ഥികൾക്കും ഇന്ത്യൻ വിദ്യാർത്ഥികളും ഉണ്ടായാൽ നമ്മുടെ വരും തലമുറയ്ക്ക് അത് വളരെ വലിയ ഒരു മുതൽക്കൂട്ടായിരിക്കും. കാരണം നമ്മളെ അവർ കൂടുതൽ വെൽക്കം ചെയ്യും. നേരമായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ സർ, സ്റ്റഡി അബ്രോഡിനെ കുറിച്ച് കുറേ തോട്ട്സും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തു. സോ ബിഫോർ കൺക്ലൂഡിങ് ഞാൻ സാറിനോട് പേഴ്സണലി ഒരു കാര്യം ചോദിച്ചോട്ടെ. സർ ഇത്രയും ഇയേഴ്സ് ബെസീലിയസ് കോളേജിൻ്റെ പ്രിൻസിപ്പലായിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. ആൻഡ് വാട്ട് മെയ്ഡ് യു ടേക്ക് ദിസ് ഡിസിഷൻ, ലൈക്ക് ഇങ്ങനെ ഗ്ലോബൽ സ്റ്റഡീസും കാര്യങ്ങളും അതിൻ്റെ ഓറിയൻറ്റേഷൻ ക്ലാസ്സസും ഇങ്ങനത്തെ ട്രിപ്സും ട്രാവൽസൊക്കെ ആയിട്ട് പോകാൻ ആഫ്റ്റർ റിട്ടയർമെൻറ്റ് അങ്ങനെ ഒരു ലൈഫ് തിരഞ്ഞെടുക്കാൻ വാട്ട് മെയ്ഡ് യു, വാട്ട് വാസ് ദ ടേണിംഗ് പോയിന്റ്? അതാണ് എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. എനിക്ക് വളരെ സന്തോഷമുള്ളൊരു ചോദ്യമാണ്. കാരണം ഇതാരും ചോദിക്കാറില്ല. ഞാൻ ഒരു സാധാരണ ഗ്രാമത്തിൽ നിന്ന് വരുന്ന, കടമറ്റം എന്ന ഗ്രാമത്തിൽ നിന്ന് വന്ന ഒരു ഗ്രാമീണ ബാലനായിരുന്നു. ഞാൻ എറണാകുളം പട്ടണത്തിലേക്ക് വരുമ്പോൾ ഇന്ന് നിങ്ങൾക്കുള്ള ന്യൂയോർക്കാണതെന്ന് എറണാകുളം. അന്നൊരു ബസ് കാണുക, ലൈറ്റ് കാണുക എന്ന് പറയുന്നത് പോലും വളരെ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ മൂക്കത്ത് കൈവച്ചു പോകും. ഞാൻ എൻ്റെ വാസ്തവം തുറന്നു പറയുകയാണ്. അങ്ങനെ ഞാൻ എറണാകുളം ബോട്ട് ജെട്ടിയിൽ വന്നു. അപ്പോൾ വെളുത്ത ഒരു മെലിഞ്ഞ സുന്ദരനായ വേറൊരാൾ കൂടി അതിലെ നടന്ന് മഹാരാജാസ് കോളേജിൻ്റെയും ഒക്കെ കൂടെ പോകുന്നു. അത് എൻ്റെ ബാച്ച്മേറ്റായ നിങ്ങളുടെ ആരാധ്യനായ മമ്മൂക്കയാണ്. ഞാൻ അന്ന് അദ്ദേഹത്തെ, എന്നെ അധികം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഹീ ഈസ് എ ബോൺ ആക്ടർ. Dreams are powerful energy. Have a dream in your childhood and you should chase the dream from the childhood itself. ഇതും നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. എറണാകുളത്ത് വന്നപ്പോൾ മദാമ്മയെയും സായിപ്പിനെയും കണ്ടപ്പോൾ ഒരു വാക്ക് പോലും ഇംഗ്ലീഷ് പറയാൻ അറിയാതിരുന്ന എനിക്ക് ഇംഗ്ലീഷ് ചോദിച്ച്, കൊച്ചിക്കാരായിട്ടുള്ള ആളുകളോട് ചോദിച്ച് പറഞ്ഞു തുടങ്ങി. സോവിയറ്റ് നാടെന്ന് പറയുന്ന ഒരു മാസിക നോക്കിയപ്പോൾ ടൈയും കോട്ടും ഒക്കെ എടുത്ത് വെളുത്ത് പഞ്ഞി പോലെ ഇരിക്കുന്ന ആളുകളെ കണ്ടു. അപ്പോൾ ഒരു ഡ്രീം ഒരു ഗ്രാമീണ ബാലന് തുടങ്ങി. ഈ രാജ്യങ്ങളൊക്കെ ഒന്ന് കാണണമല്ലോ, ഇവിടുത്തെ ആളുകളുമായി ഒന്ന് സംസാരിക്കണമല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്, ഡ്രീംസ് ആർ പവർഫുൾ എനർജി. എൻ്റെ വ്യക്തിപരമായ അനുഭവമാണ് പറയുന്നത്. അന്ന് ഞാൻ തീരുമാനമെടുത്തു, ഒരു അധ്യാപകനാകുന്നത് എനിക്ക് ഇഷ്ടമാണ്. സംസാരിക്കുന്നത് ഇപ്പോൾ ഈ ചർച്ചയിൽ നിന്ന് തന്നെ ശില്പയ്ക്ക് മനസ്സിലായി കാണും, മാത്യു കോര സാർ സംസാരിക്കാൻ തൽപരനാണെന്ന്. ഇതാണ് ടീച്ചിങ്ങിൽ ഏറ്റവും കൂടുതലായി എനിക്ക് കൈമുതലായിട്ടുള്ളത്. അങ്ങനെ ഞാൻ ഒരു ശാസ്ത്ര വിഷയമായ MSc കെമിസ്ട്രി എടുത്തു.
അധ്യാപകനായി 23-ാമത്തെ വയസ്സ് മനോരമ മാനേജ്മെൻറ്റിലുള്ള കോട്ടയം ബസേലിയസ് കോളേജിൽ കയറി. അവിടെ നിന്ന് പടിപടിയായിട്ട് ഉയർന്നു. അതിനിടയിൽ ഒരു 10 വർഷത്തെ ലീവ് എടുത്ത് വിദേശ രാജ്യങ്ങളിലേക്ക് ജോലിക്കായിട്ട് പോയി. അതും ആ ഡ്രീമും സാധിച്ചു. യൂറോപ്പിൽ ബർമിംഗ്ഹാം സ്കൂളിൽ ജോലിയെടുത്തു, ട്രെയിനി അധ്യാപകനായിട്ട്. പാരീസിൽ നിന്ന് ട്രെയിനിങ് കിട്ടി. ഞാൻ എൻ്റെ വിവരണം പറയാനല്ല ഇത് ഉദ്ദേശിക്കുന്നത്, പക്ഷേ ഇതിൽ നിന്നൊരു വലിയ കാര്യം നിങ്ങൾ മനസ്സിലാക്കാനാണ്. അങ്ങനെ ഈ ഡ്രീം ഗ്ലോബലായി എൻ്റെ മനസ്സിലൊരു അധ്യാപകൻ ആകണം എന്നുള്ളത് ഗ്ലോബലായി തുടങ്ങി. അങ്ങനെ 20 രാജ്യങ്ങളിൽ സന്ദർശിച്ച് ക്ലാസ്സുകൾ എടുക്കാൻ പറ്റി. 4 രാജ്യങ്ങളിൽ സ്ഥിരമായി കുറേ കാലം ജോലി ചെയ്യാൻ പറ്റി, യൂറോപ്പ് ഉൾപ്പെടെ. തിരിച്ച് കോട്ടയം ബസേലിയസ് കോളേജിലേക്ക് വന്നപ്പോൾ എനിക്ക് പുതിയ തലമുറയോട് ഒരു സന്ദേശം കൂടി തരാനുണ്ട്. ഇന്ത്യയെയും കേരളത്തെയും നിങ്ങൾ ചെറുതായി കാണണ്ട. വി ആർ ഓൾസോ ഇൻ ഹെവൻ. പ്രത്യേകിച്ച് മലയാളികൾ ഇത് കേൾക്കുക. നമ്മളുടെ നാട് തിരുവനന്തപുരം, എറണാകുളം, കോട്ടയം അല്ലെങ്കിൽ കാസർഗോഡ് ഒന്നും മോശമല്ല. ഇവിടെയും ജീവിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളുമുണ്ട്. പണമുണ്ടാക്കി തിരിച്ചു വന്നു. പണം ധാരാളം കിട്ടാനുള്ള അവസരങ്ങൾ ഇവിടെയുമുണ്ട് അവിടെയുമുണ്ട്. ഇന്ന് ഈ ഗ്ലോബൽ വില്ലേജായി മാറുകയാണ്. എവിടെ ഇരുന്നാലും നമ്മൾ സ്കിൽഫുള്ളും മിടുക്കരുമാണെങ്കിൽ നമുക്ക് മിടുക്കുണ്ടാകാം. ഇതാണ് എൻ്റെ വ്യക്തിപരമായ അനുഭവം. അങ്ങനെ ഞാൻ റിട്ടയർമെൻറ്റ് ചെയ്തപ്പോൾ വിചാരിച്ചു, എന്തുകൊണ്ട് ശില്പ ഉൾപ്പെടുന്ന ന്യൂജൻ എന്നാണ് ഞാൻ നിങ്ങളെ വിളിക്കുന്നത്. അപ്പോൾ പുതുതലമുറയ്ക്ക് ഇങ്ങനെയുള്ള ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റീസിനെ പരിചയപ്പെടുത്തുന്നവരാണല്ലോ ഫ്ലൈ ഈസി പോലെ. ഇവിടെ ധാരാളം കമ്പനികളെ കാണുന്നുണ്ട്. സ്റ്റഡി അബ്രോഡ് ഗ്രൂപ്പ് അവരെന്നെ ബന്ധപ്പെടുകയും ഒരു ഫ്രീലാൻസറായിട്ട്, മോട്ടിവേഷണൽ ട്രെയിനറായിട്ട്, കരിയർ ഗൈഡായിട്ട് ഓറിയൻറ്റേഷൻ ക്ലാസ്സസ് കൊടുത്ത് അവരെ വിദേശ വിദ്യാഭ്യാസത്തിന് യോഗ്യരാക്കി വിടുന്ന സ്ഥാപനങ്ങളുമായി ഗൾഫിലും അതുപോലെ യൂറോപ്പിലും ഇന്ത്യയിലുമായിട്ട് ഞാൻ പ്രവർത്തിക്കുന്നു. എന്നെപ്പോലെ ധാരാളം ട്രെയിനേഴ്സ്, എന്നേക്കാൾ മിടുക്കരായിട്ടുള്ള നിങ്ങളെപ്പോലെയുള്ള യങ്സ്റ്റേഴ്സ് ട്രെയിനേഴ്സുണ്ട്. അവരുടെ സമൂഹത്തിൽ ഒരാളായി മാറുന്നു. അപ്പോൾ ചോദിച്ച ശില്പയുടെ ചോദ്യം ഞാൻ ഒന്നുകൂടി അടിവരയിട്ട് പറയട്ടെ. സ്റ്റാർട്ട് യുവർ ഡ്രീം ഫ്രം ദ ചൈൽഡ്ഹുഡ്. ഞങ്ങൾക്കൊന്നും അത്രയും പറ്റിയില്ലെങ്കിലും നിങ്ങൾക്ക് പറ്റാൻ വളരെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇന്ന് നിങ്ങളുടെ മൊബൈലിലും നിങ്ങളുടെ ലാപ്ടോപ്പിലും ലോകം വിരൽത്തുമ്പിലാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തും നേടാം. ശാന്തമായൊരു മനസ്സും ഒരു നല്ല ബുദ്ധിയും ശാന്തമായി വെച്ചാൽ. ഒരു കാര്യം കൂടി പറഞ്ഞുകൊട്ടെ, ഒരു ഓറിയൻറ്റേഷൻ ക്ലാസ്സിൻ്റെ നിങ്ങൾക്ക് നിങ്ങളുടെ വലിപ്പം അറിയില്ല. ഇത്ര വലിയ ഒരു ബുദ്ധിയുണ്ട്. ആ ബുദ്ധി നാം അതുണ്ട് എന്ന് മനസ്സിലാക്കി. മനുഷ്യൻ വിചാരിച്ചാൽ നടക്കാത്ത ഒരു കാര്യവുമില്ല. വിശിഷ്ടമായ ഒരു ജീവിയാണ് മനുഷ്യജീവി. അതുകൊണ്ട് നിങ്ങൾ യുവതലമുറ ബി കോൺഫിഡൻറ്റ് ആൻഡ് ബി റെസ്പെക്റ്റ്ഫുൾ യുവേഴ്സെൽഫ് ആൻഡ് യു ഗോ അഹെഡ്. യു ക്യാൻ കോണ്ടർ ദ വേൾഡ്. താങ്ക് യു. താങ്ക് യു സോ മച്ച് സർ. സ്റ്റഡി അബ്രോഡിനെ കുറിച്ചും സാറിൻ്റെ എക്സ്പീരിയൻസസിനെ കുറിച്ചും ഇന്ത്യൻ സ്റ്റുഡൻസ് ആൻഡ് ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചൊക്കെ ഇത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ നമുക്ക് പുട്ട് ഫോർത്ത് ചെയ്ത് തന്നതിനും ഒരു എൻലൈറ്റഡ് കോൺവെർസേഷനാണ് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുള്ളതും ആൻഡ് ഓൾസോ ഫോർ ദ ഓഡിയൻസ്. അപ്പോൾ അതിന് വന്നതിന് ഐ എം റിയലി താങ്ക് യു. സോ ലെറ്റ്സ് കൺക്ലൂഡ് ദിസ്. അതെ, ശില്പയോട് ഒരു കാര്യം കൂടി പറഞ്ഞ് നിർത്താം. ഇവിടെ നാം നിർത്തരുത്. ഇതൊരു തുടക്കം മാത്രമാണ്. വിദേശ രാജ്യങ്ങളെക്കുറിച്ച് വിശദമായി നമുക്ക് ഇനിയുള്ളതായ എപ്പിസോഡുകളിൽ ചർച്ചയിൽ നമുക്ക് പറയുകയും കൃത്യമായിട്ട് സാധാരണക്കാരായ വിദ്യാർത്ഥികളേക്ക് ലോകം മുഴുവനുമുള്ള വിദ്യാഭ്യാസത്തിൻ്റെ അവസരങ്ങളെക്കുറിച്ച് നമുക്ക് പറയാനും ഇതൊരു വേദിയാക്കാം. ഇങ്ങനെയൊരു വേദി തന്നതിൽ ശില്പിയോടും ഇങ്ങനെയൊരു വേദി ഉണ്ടാക്കിയ അതിൻ്റെ മറ്റ്
അധികൃതരായിട്ടുള്ള ബിനോയ് ഉൾപ്പെടെയുള്ള എല്ലാവരോടും ഈസി ഫ്ലൈ ഉൾപ്പെടെയുള്ളതായ സ്ഥാപനങ്ങളോടുമുള്ള നന്ദിയും രേഖപ്പെടുത്തും. താങ്ക് യു സോ മച്ച് സർ. നമ്മുടെ പോഡ്കാസ്റ്റിലേക്ക് ഫസ്റ്റ് ഗസ്റ്റ് ആണ് സർ. അപ്പോൾ താങ്ക് യു വെരി മച്ച്. എന്നെ ഓണർ ചെയ്യുന്നതിൽ സന്തോഷം. സാറിനെ 70 കഴിഞ്ഞ ഞങ്ങളെയും ഇപ്പോൾ അംഗീകരിക്കുന്നതിൽ സാറിനെ സന്തോഷം. പോലത്തെ ഒരു റെപ്യൂട്ടഡ് ആൻഡ് ഓണേർഡ് ആയിട്ടുള്ളൊരു സ്പീക്കർ ആൻഡ് ഒരു എന്താ പറയുക റിട്ടയർഡ് പ്രൊഫസർ പ്രിൻസിപ്പലിന് നമുക്ക് ഫസ്റ്റ് ഗസ്റ്റ് ആയിട്ട് കിട്ടിയതിനും No, I respect you because youth is more talented and efficient and smart, and you are representing that. Thank you so much sir.